ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ഡലി പോലെയുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എന്താ പറയുക, ഇത് ഇഡ്ഡലി പോലെ കാണുന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഇഡ്ഡലി പോലെയൊന്നും അല്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള സ്നാക്കായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റാണ്. അപ്പോൾ നമുക്കിത് ഒരു 250 ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഏറ്റവും ടേസ്റ്റ് ചെമ്മീനിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. നമുക്ക് ഈ ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും യൂസ് ചെയ്യാം. ഇത് ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, നല്ലോണം ഇങ്ങനെ ക്രിസ്പി ഒന്നും ആവാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 2-3 ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് ക്രഷാക്കി എടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി വെന്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിങ് റെഡിയായി. നമുക്ക് ഇനി ഇതിൻ്റെ മാവ് റെഡിയാക്കാം. മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ജീരകശാല റൈസാണ്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, പാലന ചേർക്കണമെന്നില്ല. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു മുട്ട, മാവ് റെഡിയാക്കുന്ന സമയത്ത് ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ മാവ് കോരി ഒഴിച്ച് അതിലേക്ക് മസാലയും വെച്ച് കൊടുക്കാം. പിന്നെ ഈ മാവ് ദോശമാവിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, എന്നാലും ഇത് നന്നായിട്ട് കിട്ടും. ഇതെടുത്ത് വെക്കുമ്പോൾ കുറച്ച് പുറത്തേക്കെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ട്. നിങ്ങളത് എടുത്ത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ചധികം മാവ് ഒഴിച്ചിട്ട് അതേപോലെ മസാലയും നന്നായിട്ട് കുറച്ച് നല്ലോണം മസാല ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ. അങ്ങനെ ഒരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താലും.
പിന്നെ ഇത് കണ്ട ഇത് ഇവിടെ മുമ്പ് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടായ മാവാണ്. അതിലേക്ക് നമ്മൾ ഈ മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്താലും ഇതിപ്പോൾ ഒരു 8.5 മിനിറ്റ് മാത്രമുള്ള വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. പിന്നെ വീഡിയോൻ്റെ ലാസ്റ്റ് ഇതാ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മോന് ചെറിയ ബേബി ഉണ്ട്. അപ്പോൾ മോന് കരഞ്ഞപ്പോൾ എൻ്റെ മോള് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഉണ്ട്, ഫുഡ് കഴിപ്പിക്കുന്ന വീഡിയോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ബാക്കി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.